അവൽ സുബൈ, അതായത് സുബൈക്ക് ഒരു 5:30 മണിയാകുമ്പോഴാണ് നമുക്കിന്ന് ഹോട്ടലിൽ കേട്ടോ. ഒരു ബുധനാഴ്ച വിശേഷങ്ങളുമായി ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കൂ. രാവിലെ ഒരു 5:30-6 മണിയായപ്പോൾ തന്നെ നമ്മൾ ഉച്ചാരക്കട ഒരു ക്ലിനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടല്ലോ, അങ്ങനെ അടുത്തുള്ളൊരു ഉച്ചാരക്കടൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ചായക്കടയിൽ കയറിക്കാണ്ട് എന്താ പറയുക, ഒരു ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പൊറാട്ട അടിക്കുന്നുണ്ടായിരുന്നു നിൽക്കുക. അവിടുന്ന് നമ്മൾ ചൂട് പൊറാട്ടയും കൂട്ടിയാണ്ട് ചായ കുടിച്ചാണ്ട് നമ്മളൊരു 7 മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നേരെ നമ്മളെ അയൽവക്കത്തിനുള്ള ഓട്ടം നേരെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം, അതായത് ബുധനാഴ്ച, ഞാൻ കാര്യമായിട്ട് വണ്ടി കഴിക്കണ ദിവസമാണ്. ബുധനാഴ്ച ഞാൻ നന്നായിട്ട് വണ്ടി കഴിക്കലുള്ളൂ, അല്ലാത്തപ്പോൾ തട്ടിക്കൂട്ടിയിട്ട് തുടച്ചിക്കാണ്ട് നേരെ ഓടാൻ പോലെയാണ് നമ്മളൊരു സിസ്റ്റം. ബുധനാഴ്ച ഞാൻ എന്തൊക്കെ വന്നാലും നല്ല കേക്കിലാക്കാറ്. അപ്പോൾ ഇങ്ങനെ കേൾക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ CMO നേരെ വാലവാടിക്ക് പോവാണ്. ആൾ ഉഷാറായിപ്പോൾ. വാലവാടി എന്ന് പറഞ്ഞാൽ ആൾക്ക് അലർജിയാനും. ഏതായാലും നമ്മൾ കേൾക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറയാം, കെക്കാൻ നിന്നാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഉച്ച വരെ കേക്ക് തന്നെ കയറാം. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കാക്കി തിരുമ്പാനിട്ടാണ്. തൽക്കാലം കാക്കിനെ പോലത്തെ കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വണ്ടി സെറ്റായിക്കാണ്ട് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. സമയങ്ങളോട് പറയാം, 12 മണി കഴിഞ്ഞിരിക്കണം. ഇന്ന് എന്തിനും ഓടാൻ പോകണില്ലേ. ഏതായാലും ഞാൻ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ നേരെ പാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർക്കിലെത്തി. 12:45 പാർക്കിൽ നോക്കുമ്പോൾ നമ്മുടെ സതീശൻ ഫോൺ മേലെ തോണ്ടിയിരിക്കുന്നുണ്ട്. അവിടെ ഷാപ്പിൽ കഴിഞ്ഞ് ഉറങ്ങാൻ എന്താണാവോ. അങ്ങനെ നമുക്ക് സ്റ്റാൻഡിക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോഴാണ് നമ്മളെ ഫവാസ്ഖാനെ കണ്ടത്. ആൾ പ്രൊഫഷണൽ എന്താ പറയുക, മൊബൈൽ ഷോപ്പിലെ ടെക്നീഷ്യൻ. അങ്ങനെയൊക്കെ സംഭവമാണ്. ഏതായാലും നമ്മൾ 1-2 ഓട്ടങ്ങളൊക്കെ ഓടിക്കാണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു 1:30 മണി അപ്പോഴാണ് നമ്മുടെ നവാസ്ക്ക്, അതായത് അളിയാക്കെ പറയണത് ഞാൻ ചോറ് വെച്ചാൽ പോകണം, ഇച്ചാടെ കുത്തിർന്ന് പറഞ്ഞു. ഏതായാലും ഞാനും ചോറ് വെച്ചാൽ മുട്ടു 2:10 കഴിക്കണ്. കുഴപ്പമില്ലാത്തൊരു 10-3 രൂപ ഓട്ടൊക്കെ നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു എന്നെ മുട്ടി തട്ടിക്കണ്ട്. അങ്ങനെ നല്ല ഉപ്പേരിയും അച്ചാറും അതുപോലെ തന്നെ നല്ല കഷ്ണമീനൊക്കെ കൂട്ടി ചോറ് വെച്ചപ്പോഴാണ് നമ്മുടെ CMO വാലവാടി ഇട്ട് വന്നിക്കണ്. ഏതായാലും 2:30 മണിയാകുമ്പോൾ നൂറോട് കൊടുക്കും പോകാനായി ഇറക്കണ്ട്. അങ്ങനെ ഓൻ ഈ വാലവാടിയിൽ നിന്ന് വന്നു. ഞാൻ വീണ്ടും ഓടാൻ ഇറങ്ങി. പിന്നെ പാർക്കിലെത്തി. എന്താ പറയുക, ഓട്ടം പൊതുവേ ഇന്ന് കമ്മിയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഓടിയാലല്ലേ ഇത് ഓട്ടം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ആൾ ഒരു ചായ കുടിക്കല്ലേ എന്നറിയാണ്ട് ഒരു ചായ കുടിക്കാൻ പോയി. ഒരു ചായ കുടിച്ചാണ്ട് ഏകദേശം ഒരു 6:30 മണി വരെ ഓടിക്കാണ്ട് ഉണ്ണിയേട്ടൻ്റെ പിടി പോയി 1-2 സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാണ്ട് ഞാൻ നേരെ നിങ്ങളോട് പറയാം പെരേക്ക് വിട്ടു. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വണ്ടി ഫുൾ സെറ്റാക്കി വെച്ചു. ഇനി സമയം 6:30 മണി കഴിഞ്ഞിരിക്കണ്. അതായത് മൂഫി കുറേ ദിവസമായി വിളിച്ചാൽ തുടങ്ങിയിട്ട്. ഓക്കെ, നമുക്ക് വൈകുന്നേരം ഒരു കൂടല്ലൂർ ചുരം കയറിക്കാണ്ട് നല്ല ഊട്ടി പറക്കിയും നല്ല ചൂട് ചായയും ഒക്കെ കുടിച്ചാണ്ട് ആ ഒരു ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ദൂരം കിടത്തണേ. ഏതായാലും അവൻ്റെ പൂതിയല്ലേ ഇത് കണ്ട് ചെറുങ്ങ് ഗൾഫിൽ നിന്ന് വന്നാലേ ലീവിന് 2 മാസം ലീവ് കുടിക്കുമ്പോൾ 1 മാസം കൂടി ബാക്കിയുണ്ട്. എന്നാലും പിന്നെ നമുക്ക് സമാധാനമാവുള്ളൂ. ഏതായാലും ഓനെ കൊണ്ട് നട്ടപ്പാതിര 12 മണി ഗൂഡല്ലൂർക്ക് എത്താൻ വെറും 11 കിലോമീറ്റർ ബാക്കി. അതിൻ്റെ അടിയിൽ വെച്ച് കണ്ട് നല്ല ചായയും ചോക്ലേറ്റും ഊട്ടി ബർക്കൊക്കെ വാങ്ങിക്കാണ്ട് അവൻ്റെ പൂതിയാണ് തീർത്തുകാണ്ട് ഏതായാലും ഒരു 1:30 മണിയായപ്പോഴത്തേന് ഞങ്ങൾ നേരെ വരാറിങ്ങി. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.